ഏവർക്കും FTM ക്രിയേഷൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. 2025 എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പ്ലേ സ്റ്റോറിനകത്ത് പലരും ശ്രദ്ധിക്കാതെ പോയ 2 ഫീച്ചറുകളെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ പ്ലേ സ്റ്റോറിനകത്തെ ആദ്യത്തെ ഫീച്ചർ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കറിയാം അതേ ചാനലിൽ അതുപോലെയുള്ള നല്ല വീഡിയോകൾ ഉണ്ടാകും. അപ്പം നിങ്ങൾ അതിൻ്റെ ചാനലിലേക്ക് പോകും. അപ്പോൾ ചാനലിൽ അവർ ചെയ്ത മറ്റുള്ള വീഡിയോകളുണ്ടാകും. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് നല്ലൊരു ഗെയിമോ അല്ല നല്ല ഒരു ആപ്ലിക്കേഷനോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതേ കമ്പനിയുടെ മറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാനുള്ളൊരു ഓപ്ഷൻ പ്ലേ സ്റ്റോറിനകത്തുണ്ട്. അത് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയില്ല. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റ് പലർക്കും അറിയുണ്ടാവും. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ 10ഓളം ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെയൊന്നും പേരറിയാത്തത് കൊണ്ട് തന്നെ പലർക്കും മൈക്രോസോഫ്റ്റിൻ്റെ മറ്റ് ആപ്ലിക്കേഷൻ അറിയണമെന്നില്ല. ഇനി സെർച്ച് ചെയ്താലും നമുക്ക് 3-4 ആപ്ലിക്കേഷനാണ് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് എങ്ങനെയാണ് ഒരു കമ്പനിയുടെ തന്നെ മറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കാമെന്നുള്ള കാര്യം ആദ്യം വീഡിയോയിൽ കാണാം. ഉദാഹരണത്തിനായി ഞാൻ ഗൂഗിളിൻ്റേത് തന്നെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ക്രോം ഒന്ന് സെർച്ച് ചെയ്തതാണ്. ഇപ്പോൾ ഗെയിം ആയാലും ആപ്ലിക്കേഷൻ ആയാലും നമ്മൾ പ്ലേ സ്റ്റോറിനകത്ത് ആ ആപ്ലിക്കേഷൻ്റെ ഗെയിമിൻ്റെയൊക്കെ പേജ് ഓപ്പൺ ചെയ്യില്ലേ, ഇതുപോലെ ഇതിപ്പോൾ ഞാൻ ക്രോമിൻ്റെ പേജാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്ന ആ പേജിൽ ആപ്ലിക്കേഷൻ്റെ പേരിന് തൊട്ട് താഴത്ത് ആ ആപ്ലിക്കേഷൻ ഏത് കമ്പനിയുടേതാണെന്ന് നീല നിറത്തിൽ എഴുതി കാണിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗൂഗിൾ ക്രോമിൻ്റെ തൊട്ട് താഴത്ത് ഗൂഗിൾ LLC എന്ന് എഴുതി കാണിക്കുന്നത്. ആ പേരിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഗൂഗിളിൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ വലതുഭാഗത്തൊരു ആരോ മാർക്ക് കാണാം. ജസ്റ്റ് ആ ആരോ മാർക്കിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാം ഗൂഗിളിൻ്റെ തന്നെ നിരവധി ആപ്ലിക്കേഷൻ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ പലതിൻ്റെയും പേര് അറിയാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുകയും ചെയ്യില്ല. നമ്മൾ ഇതുപോലെ പ്രൊഫൈൽ സന്ദർശിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കമ്പനിയുടെ എല്ലാ ആപ്ലിക്കേഷനും ഇതിനകത്ത് നിന്ന് കണ്ടെത്താവുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ പ്രൊഫൈൽ ഇല്ലാത്ത കമ്പനികളും ഉണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ AI ഫോട്ടോൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ പേരിന് തൊട്ട് താഴെ നേരത്തെ പോലെ തന്നെ ബ്ലൂവിൽ ആ കമ്പനിയുടെ നെയിമുണ്ട്. ഞാൻ ജസ്റ്റ് ആ കമ്പനിയുടെ നെയിമിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് 2 ആപ്ലിക്കേഷനാണ് ഉള്ളത്. ഗൂഗിൾ പോലെ വലിയൊരു കമ്പനി അല്ലാത്തത് കൊണ്ട് തന്നെ അവർ പ്രൊഫൈലൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ 2 ആപ്ലിക്കേഷനും ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ തന്നെ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഗെയിമോ ആപ്ലിക്കേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇനി പ്ലേ സ്റ്റോറിനകത്തെ രണ്ടാമത്തെ ഫീച്ചർ നമുക്ക് നോക്കാം. അതായത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതുഭാഗത്ത് ഏറ്റവും അവസാനം നിങ്ങൾ ബുക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ രാമായണം, ഖുർആൻ, ബൈബിളിൻ്റെ ഒക്കെ മലയാളം പരിഭാഷ, അതുപോലെ തന്നെ ഒരുപാട് മാഗസിൻസ്, അതുപോലെ ഒരുപാട് നോവലുകൾ, പുസ്തകങ്ങൾ, ഇതൊക്കെ നമുക്ക് സൗജന്യമായിട്ട് ഈ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ പുസ്തകങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത് ആപ്ലിക്കേഷനല്ല, ജസ്റ്റ് നിങ്ങൾക്ക് പേജുകൾ മറിച്ചിട്ട് പുസ്തകം എങ്ങനെയാണോ വായിക്കുന്നത് അതുപോലെ വായിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണിത്. അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലതുഭാഗത്ത് താഴെ കാണുന്ന ബുക്സ് എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ മലയാളം എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം മതപരമായതും അല്ലാത്ത പുസ്തകങ്ങൾ, നോവലുകൾ ഒക്കെ ഇതിനകത്തുണ്ട്. ഇതുപോലെ നിരവധി പുസ്തകങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് വായിക്കുന്നതുകൊണ്ട് കാശ് കൊടുത്ത് വാങ്ങുന്നതുണ്ട്. അപ്പോൾ ഇത്തരം പുസ്തകങ്ങൾ നിങ്ങൾ ആഡ് ചെയ്ത് റീഡ് ചെയ്യുന്നതിന് മുമ്പ് അത് പർച്ചേസ് ചെയ്യുന്നതാണോ എന്നൊന്ന് നോക്കണം. സൗജന്യമായിട്ടുള്ളതൊക്കെ ഇവിടെ ഫ്രീ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഞാൻ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടി ടൈംസ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പഴയൊരു വെർഷനാണ്, എങ്കിലും ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ റീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്കിത് റീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഫോണിൽ പ്ലേ ബുക്ക് എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ കാണിക്കും. അതുപോലെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഓരോ പുസ്തകങ്ങളും ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അത് ചെറിയ MB ഉണ്ടാകും. ഇപ്പം നിങ്ങൾക്ക് കാണാം മമ്മൂട്ടി ടൈംസ് എന്ന ആ പുസ്തകം എൻ്റെ ഫോണിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് സാധാരണ പേജ് മറിച്ച് പോകുന്നത് പോലെ ഇതുപോലെ മറിച്ച് പോകാം. ഇനി അതിലുള്ള കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് സൂം ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. ഒരു പുസ്തകം വായിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഫോണിൽ നിന്ന് വായിക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഓപ്ഷനാണ്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.